ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ ഇതുപോലെയുള്ള ആർട്ടിഫിഷ്യൽ ജാസ്മിൻ ബഡ്സ് ഹോം മെയ്ഡായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കിയാലോ. ഇത് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ പ്രോഡക്ട്സ് ആണ് ആവശ്യമുള്ളത് എന്ന് നോക്കിയാലോ. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. എന്നാൽ വാട്ടർ പ്രൂഫ് ജാസ്മിൻ ബഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് യൂസ് ചെയ്യുന്നത് എന്ന് അറിയാൻ കഴിയുള്ളൂ. ഞാനിവിടെ നോർമൽ ടിഷ്യൂ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ഇതാണ് ഫ്ലോറൽ പേപ്പർ ടാപ്പ്. പിന്നെ ഞാനിവിടെ 2 അക്രിലിക് കളറാണ് എടുത്തിരിക്കുന്നത്, ഗ്രീനും യെല്ലോയും. പിന്നെ ഒരു വൈറ്റും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഫെവിക്കോളാണ് എടുത്തിരിക്കുന്നത്. ത്രെഡ് വൈറ്റ് ഇല്ലാത്തത് കാരണമാണ് ഈ ഒരു കളർ എടുത്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. ഞാനിവിടെ എടുത്തിരിക്കുന്ന ടിഷ്യൂ പേപ്പർ എല്ലാ സൈഡും ഈക്വൽ ആണ്. നിങ്ങളുടെ കയ്യിലുള്ള ടിഷ്യൂ പേപ്പർ സൈഡ് ഈക്വൽ അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് വെട്ടി ഈക്വലാക്കി കൊടുക്കണം. ഇനി വേണ്ടത് ഒരു രൂപ കോയിനാണ്. ഇത് ഇതേപോലെ വെച്ച് ഒന്ന് വരച്ചു കൊടുക്കാം. ഞാനിവിടെ ടൂത്ത് പിക്ക് ഉപയോഗിച്ചാണ് ഇത് വരച്ചു കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നത് 2 സൈഡും ഒരേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതേപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എക്സ്ട്രാ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാം. ഇനി ഇത് ഇതേപോലെ തന്നെ ഈ ഒരു രൂപ കോയിൻ വെച്ച് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരേ അളവുള്ള 5 പീസ് കിട്ടും. ഇനി ഈ 1 രൂപ കോയിൻ വെച്ച് തന്നെ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കാം. അധികം ഉള്ളിലോട്ടോ പുറത്തേക്കോ ഇല്ലാത്ത രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ എല്ലാം കട്ട് ചെയ്തെടുക്കാം. ഇനി വേറൊരു ടിഷ്യൂ ഇതേപോലെ ഫോൾഡ് ചെയ്യുന്നുണ്ട്. സൈഡൊക്കെ ഈക്വൽ ആക്കിയതിന് ശേഷം ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ശ്രദ്ധിച്ച് കട്ട് ചെയ്തില്ലെങ്കിൽ കീറിപ്പോകും. അതുകൊണ്ട് പതിയെ കട്ട് ചെയ്യാം. ഇതിപ്പോൾ 2 പീസായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ കൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരേപോലെ ഈക്വലാക്കി മടിക്കിയതിന് ശേഷം വീണ്ടും കട്ട് ചെയ്യാം. ഇനിയും ഇതിൻ്റെ സൈഡ് കട്ട് ചെയ്തതിന് ശേഷം ഒന്നും കൂടി ഫോൾഡ് ചെയ്ത് ഒന്നും കൂടി കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു പീസ് മാറ്റി വെച്ചതിന് ശേഷം ഈ ഒരു പീസാണ് ഇനിയും ഫോൾഡ് ചെയ്യുന്നത്. ഇതേപോലെ സ്ക്വയർ പീസ് കിട്ടും. അത് ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇതെല്ലാം സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഈ റെക്റ്റാങ്കിൾ പീസും സെപ്പറേറ്റ് ചെയ്യാം. ഇതൊക്കെ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഫസ്റ്റ് കട്ട് ചെയ്തെടുത്ത പീസും കൂടി എടുക്കാം. ഇനി ബഡ്സ് ഉണ്ടാക്കി തുടങ്ങാം. അതിന് ടൂത്ത് പിക്ക് എടുത്തിട്ട് ഇതേപോലെ വെച്ച് ഒന്ന് ഫോൾഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ ഇതേപോലെ പ്രസ് ചെയ്ത്
ഒന്ന് ടൈറ്റാക്കി പിടിക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ബഡ്സിൻ്റെ ഷേപ്പിലേക്കായിട്ട് മാറും. ഇത് ടൈറ്റ് ചെയ്ത് ഇതേപോലെ പിടിച്ചതിന് ശേഷം ഒരു സ്ക്വയർ പീസ് എടുക്കാം. ഇതുപോലെ വെച്ച് കോൺ ഷേപ്പിലാണ് അത് ഫോൾഡ് ചെയ്യുന്നത്. നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്തു കൊടുക്കാം. ഇതുപോലെ ചെയ്ത് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കാം. രണ്ട് സൈഡും ഇതേപോലെ ചെയ്യാം. ഇനി റെക്റ്റാങ്കിൾ പീസ് എടുത്ത് ഇതേപോലെ വെക്കാം. അതും ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതേപോലെ ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അവിടെ അതിൻ്റെ സ്റ്റെം ഭാഗത്ത് ഒന്ന് നന്നായിട്ട് പിരിച്ചു കൊടുക്കാം. ഇനി ഒരു ത്രെഡ് എടുത്ത് പൂ കെട്ടണ പോലെ കെട്ടിക്കൊടുക്കാം. ഇതേപോലെ നല്ല ടൈറ്റായിട്ട് കെട്ടിയെടുക്കണം, ഇല്ലെങ്കിൽ അത് ഊരിപ്പോകും.